Type 4 constructions. Construction of square having equal area of a given triangle. ഒരു ത്രികോണത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള സമചതുരം നിർമ്മിക്കുന്ന രീതി. അപ്പം നമ്മൾ രണ്ടാമത്തെ ടൈപ്പിൽ റെക്റ്റാങ്കിൾ ടു സ്ക്വയർ കണ്ടായിരുന്നു. മൂന്നാമത്തെ ടൈപ്പിൽ സ്ക്വയർ റെക്റ്റാങ്കിൾ വരയ്ക്കാതെ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് കണ്ടു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ട്രയാങ്കിൾ ഓഫ് ഗിവൺ മെഷേഴ്സ്. ട്രയാങ്കിളിന്റെ മെഷേഴ്സ് തന്നാൽ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക, തന്നിട്ടുള്ള അളവിൽ ത്രികോണം വരയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഡ്രോ ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ ഉന്നതി വരയ്ക്കുക. തേർഡ് സ്റ്റെപ്പ്, ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ഉന്നതിയുടെ ലംബ സമഭാജി വരയ്ക്കുക. സ്റ്റെപ്പ് 4, എക്സ്റ്റെൻഡ് ദ ബേസ് ടു ഹാഫ് ദ ലെങ്ത് ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ്. ഉന്നതിയുടെ പകുതി നീളം പാദത്തോട് നീട്ടി വരയ്ക്കുക. സ്റ്റെപ്പ് 5, ഡ്രോ എ സെമി സർക്കിൾ വിത്ത് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ. ഈ വര വ്യാസമായി ഒരർദ്ധവൃത്തം വരയ്ക്കുക. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദ എൻഡ് പോയിന്റ് ഓഫ് ദ ബേസ് ടു മീറ്റ് ദ സെമി സർക്കിൾ. പാദം നീട്ടി വരച്ച ബിന്ദുവിൽ നിന്നും ലംബം വരച്ച് അർദ്ധവൃത്തത്തിൽ മുട്ടിക്കുക. സ്റ്റെപ്പ് 7, വിത്ത് ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ സൈഡ് ഡ്രോ ദ സ്ക്വയർ. ഈ ലംബ നീളം വശമായി സമചതുരം പൂർത്തിയാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ട്രയാങ്കിളിൽ നിന്ന് എങ്ങനെ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളത്, ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 6 cm, 7 cm and 8 cm and construct a square of area equal to the area of the triangle. വശങ്ങളുടെ നീളങ്ങൾ 6 cm, 7 cm, 8 cm വീതമായ ത്രികോണം വരച്ച് ഇതിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. നമുക്ക് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 6 cm, 7 cm and 8 cm. സോ അതിൽ ഏതെങ്കിലും ഒരു സൈഡ് പാദമാക്കിയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് 6 തന്നെ ബേസ് ആക്കിയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, 6 cm ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈഡ്, ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ സൈഡിന്റെ ലെങ്ത് തന്നിരിക്കുന്നത് 7 cm ആണ്. അപ്പൊ നമ്മൾ 7 cm കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ബേസിന്റെ ഒരറ്റത്ത് നിന്ന് 7 cm ആർക്ക് വരയ്ക്കും. ഓക്കെ, മറ്റേ സൈഡ് തന്നിരിക്കുന്നത് 8 cm ആണ്. അപ്പൊ നമ്മൾ 8 cm എടുക്കുക. ട്രയാങ്കിളിന്റെ ബേസിന്റെ, ആദ്യം വരച്ച ബേസിന്റെ മറ്റേ അറ്റത്ത് നിന്ന് 8 cm ആർക്ക് വരയ്ക്കുക. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മൾ മൂന്നാമത്തെ വേർട്ടെക്സ് ആയിട്ട് എടുക്കേണ്ടത്. സോ 7 cm ആർക്ക് നമുക്കിതിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഒന്നുകൂടെ നീട്ടി വരയ്ക്കാം. സോ നമുക്കത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വേർട്ടെക്സ് ആയിരിക്കും. ഈ പോയിന്റിനെ ബേസിന്റെ എൻഡ് പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക, ഉന്നതി വരയ്ക്കുക. ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് ആണ്.
മുകളിലെ മൂലയിൽ നിന്ന് താഴെ പാദത്തിനോടുള്ള ലംബ ദൂരത്തെയാണ് നമ്മൾ ഉന്നതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ആ പെർപെൻഡിക്കുലർ എടുക്കാൻ വേണ്ടി സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. ഓക്കെ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, തേർഡ് വെർട്ടെക്സിൽ നിന്ന് ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനെയാണ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഓൾട്ടിറ്റ്യൂഡിനെ നമുക്ക് ബൈസെക്ട് ചെയ്യണം. ഇതിൻ്റെ ലംബ സമഭാജ്യം വരയ്ക്കണം. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക. എന്നിട്ട് ഓൾട്ടിറ്റ്യൂഡിൻ്റെ രണ്ടറ്റത്തു നിന്നും ആർക്ക് വരയ്ക്കും. ഓക്കെ, ആ രണ്ട് ഭാഗത്തെയും ഇന്റർസെക്റ്റ് ചെയ്ത പോയിന്റ്സുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓൾട്ടിറ്റ്യൂഡിലൂടെ ആ വര കടന്നു പോകും. സോ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന്റെ ഉന്നതിയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഉന്നതിയുടെ മധ്യബിന്ദു കിട്ടും. ഇത് ഹൈറ്റ് ആണെങ്കിൽ ഇത്രയും എന്താണ് ഹൈറ്റിന്റെ പകുതി h/2 ആണ്. ഓക്കെ, ആ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക. കോമ്പസിൽ തന്നെ മെഷർ ചെയ്യുക. പകുതി ദൂരം അളക്കുക. എന്നിട്ട് ഈ പകുതി ദൂരം നമ്മൾ ബേസിനോട് കൂട്ടുന്നു. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? എന്തായിരുന്നോ വിട്ട്, ആ വിട്ട് നമ്മൾ നീളത്തിനോട് കൂട്ടുകയായിരുന്നു ചെയ്തത്, പാദത്തിനോട് കൂട്ടും. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ട്രയാങ്കിളിന്റെ ഉന്നതിയുടെ ഓൾട്ടിറ്റ്യൂഡിന്റെ പകുതി ദൂരമാണ് ബേസിനോട് കൂട്ടി നീട്ടി വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ അതിനെ നീട്ടി വരയ്ക്കുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വരയുടെ പകുതിയിൽ കൂടുതൽ, ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക. നമ്മൾ അതിനെ ബൈസെക്ട് ചെയ്യും. ഇവ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ നീട്ടി വരച്ച ലൈനിന്റെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് കേന്ദ്രമാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പോയിന്റ് ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ട്രയാങ്കിളിന്റെ ഏത് വേർട്ടെക്സിൽ നിന്നാണോ നമ്മൾ ഉന്നതിയുടെ പകുതി നീളം കൂട്ടിയത്, ആ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഡിവിഷൻ. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ സെമി സർക്കിളിലോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ നീളമായിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്. ആ സൈഡ് നമുക്ക് കോമ്പസിൽ തന്നെ അളന്നെടുക്കുക. അത് എത്രയാണെന്ന് അതൊരു സൈഡായി നമുക്ക് സ്ക്വയർ വരയ്ക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്വയർ വരയ്ക്കും. ഈ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിന്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
മറ്റു രണ്ട് പ്രോബ്ലത്തെക്കാളും ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആൾട്ടിറ്റ്യൂഡിന്റെ പകുതി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്ത പകുതി ദൂരമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുന്നത്. ഇവിടെ എന്ത് കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? നമുക്കറിയാം, ഈ പോയിന്റിന് നമ്മൾ പി എന്ന് കൊടുക്കും. ഇത് എ, ഇത് ബി. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഈ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയറിന്റെ ഒരു സൈഡാണ്. സോ പി സി സ്ക്വയർ ഈസ് ഏരിയ ഓഫ് സ്ക്വയർ. ഇനി ഇവിടെ പി എ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഓഫ് ട്രയാങ്കിൾ. പി ബി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ, ഹാഫ് എച്ച്. ഇതെന്താണ്? ഹാഫ് ബി എച്ച്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രോ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ, എ സി ഈസ് ഈക്വൽ ടു 6.5 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. And construct a square of area equal to the area of the triangle. AB 7 cm, AC 6.5 cm, കോൺ എ 70 ഡിഗ്രി ആയ ത്രികോണം എ ബി സി വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കും. സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ പ്രത്യേകം നോക്കണം. ആംഗിൾ എ തന്നിട്ടുണ്ട് 70 ഡിഗ്രി. അപ്പൊ ബേസ് ആയിട്ട് നമുക്ക് എ ബിയോ എടുക്കാം, എ സിയും എടുക്കാം. ബിക്കോസ് അതിൽ രണ്ടിലും എ എന്ന വേർട്ടെക്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എ ബി 7 സെന്റിമീറ്റർ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇത് എ ബി ആണ്. അപ്പൊ പേര് കൊടുക്കാം എ ബി. ഇനി ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ എടുക്കുന്നതാണ് ആദ്യം നല്ലത്. ആംഗിൾ എ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ 70 ഡിഗ്രി ആംഗിൾ നമ്മൾ എടുക്കുന്നു. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക, 70. ഓക്കെ. ഇനി എ സി, എ മുതൽ സി വരെയുള്ള അകലം 6.5 സെന്റിമീറ്റർ ആണ്. സോ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ പോയിന്റിലൂടെ കടന്നു പോകുന്ന 6.5 ലെങ്ത് ഉള്ള ഒരു വര വേണം വരയ്ക്കാൻ. ഓക്കെ. ഇത് 70 ഡിഗ്രിയാണ്. ഈ ലെങ്ത് 6.5 സെന്റിമീറ്റർ ആണ്. ഇത് 7 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് തേർഡ് വേർട്ടെക്സ് കിട്ടി. ട്രയാങ്കിൾ ഒന്ന് പൂർത്തിയാക്കാൻ ഈ ബിയും സിയും ജോയിൻ ചെയ്താൽ മതി. സോ നമ്മൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി വരച്ചു കഴിഞ്ഞു. ഇത് 70 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ സ്ക്വയർ വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാനായിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. ട്രയാങ്കിളിന്റെ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ഈ സെറ്റ് സ്ക്വയറിന്റെ ഒരു ഭാഗം ആ ബേസിനോട് ചേർത്ത് വെക്കുക. ടോപ്പ് വേർട്ടെക്സിൽ മറ്റേ ഭാഗം ടോപ്പ് വേർട്ടെക്സുമായിട്ടും ചേർത്ത് നിർത്തുക. അത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈനാണ് കിട്ടുന്നത്. അതാണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഓൾട്ടിറ്റ്യൂഡിനെ ബൈസെക്ട് ചെയ്യും. ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത്തിന്റെ പകുതിയിൽ കൂടുതൽ എടുത്ത് നമുക്കതിനെ ബൈസെക്ട് ചെയ്യാം. വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. ഇപ്പോൾ വരച്ച ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്സുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന്റെ മിഡ് പോയിന്റ് കിട്ടും. സോ ആ മിഡ് പോയിന്റ് എത്രയാണെന്ന്, ആ മിഡ് പോയിന്റിൽ ആ പകുതി ദൂരം എത്രയാണെന്ന് നമുക്ക് അറിയണം. ആ പകുതി ദൂരം വീണ്ടും കോമ്പസിൽ തന്നെ എടുത്ത്
അത് ബേസിനോട് നീട്ടി വരയ്ക്കും. ഇത്രയും സ്റ്റെപ്പാണ് വ്യത്യാസമുള്ളൂ ആദ്യത്തെ ടൈപ്പുകളിൽ നിന്ന്. ഇനിയെല്ലാം ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പോൾ നീട്ടി വരച്ച ഈ വരയെ ബൈസെക്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ വരയുടെ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് ഓക്കെ. അപ്പം നമ്മൾ ആ വരയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ആ മിഡ് പോയിന്റ് കേന്ദ്രമാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കണം. സോ നമ്മൾ കോമ്പസിൻ്റെ ഒരു ഭാഗം ആ പോയിന്റിലും അതിൻ്റെ റേഡിയസ് മെഷർ ചെയ്യാൻ ഒരറ്റത്തേക്കുള്ള ലെങ്ത്താണ്. അത് നോക്കി നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് ഡിവിഷൻ. നമ്മൾ നീട്ടി വരച്ച പോയിന്റ്, ബേസ് നീട്ടിയ പോയിന്റ്, ഇപ്പോൾ ബിയിൽ നിന്നാണ് നമ്മൾ നീട്ടിയത്. ആ പോയിന്റിൽ നിന്ന് സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ പെർപെൻഡിക്കുലർ വരയ്ക്കും. അതായിരിക്കും നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ ലെങ്ത്. ഒരു സൈഡ് ആ ലെങ്ത് എത്രയാണെന്ന് കോമ്പസിൽ മെഷർ ചെയ്യാം. നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നു. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള സ്ക്വയർ. SSLC 2017 ചോദിച്ച ഫോമാസ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 6 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. 6 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പൊ നമ്മൾ ഇവിടെയും ട്രയാങ്കിൾ വരച്ച് ആ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിലുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിളിന്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം ആദ്യം. അത് ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് ആണ്. സോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വശത്തിന്റെ നീളവും തുല്യമായിരിക്കും. അപ്പൊ ബേസ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റു രണ്ട് വശങ്ങളും 6 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ 6 സെന്റിമീറ്റർ ലെങ്ത് കോമ്പസിലെടുത്ത് ഇപ്പോൾ വരച്ച ബേസിന്റെ രണ്ടറ്റത്തു നിന്നും ആർക്ക് വരയ്ക്കും. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും 6 സെന്റിമീറ്റർ തന്നെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും 6 സെന്റിമീറ്റർ തന്നെ. ആ രണ്ട് ആർക്കും ജോയിൻ ചെയ്ത പോയിന്റിനെ ബേസിന്റെ രണ്ടറ്റവുമായി യോജിപ്പിക്കുക. നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 6 സെന്റിമീറ്റർ വശമുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. സോ അതിന് വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. ബേസ് നമ്മൾ സെറ്റ് സ്ക്വയറിന്റെ ബേസിനോട് ചേർത്ത് വെക്കുക. സെറ്റ് സ്ക്വയറിന്റെ പെർപെൻഡിക്കുലർ ഭാഗം ആ ടോപ്പ് വെർട്ടെക്സുമായിട്ട് ചേർത്ത് വെക്കുക. ലൈൻ വരയ്ക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡിനെ ബൈസെക്ട് ചെയ്യും. ഓൾട്ടിറ്റ്യൂഡിന്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കും.
വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ആർക്ക് വരയ്ക്കാം. ഈ പോയിന്റാണ് ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ മിഡ് പോയിന്റ്. ഇനി ഓൾട്ടിറ്റ്യൂഡിന്റെ പകുതി ലെങ്ത് മെഷർ ചെയ്യാം. ഈ പകുതി ലെങ്ത് ബേസിനോട് ചേർന്ന് കൂട്ടുക. അപ്പൊ നമുക്ക് ബേസിന്റെ ലെങ്ത് ഈ ലെങ്ത് എത്തുന്ന വിധത്തിൽ നീട്ടിക്കൊടുക്കാം. ഇപ്പോൾ നീട്ടി വരച്ചിരിക്കുന്ന ആ ബേസിനെ നമ്മൾ ബൈസെക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയുടെ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കുക. ആ പോയിന്റ് കേന്ദ്രമാക്കി സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ബേസ് നീട്ടിയ ആ പോയിന്റ് ഓഫ് ഡിവിഷൻ, ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആ പെർപെൻഡിക്കുലർ ആയിരിക്കും സ്ക്വയറിന്റെ ഒരു സൈഡ്. നമുക്ക് സ്ക്വയറിന്റെ സൈഡ് കിട്ടി. ആ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്തെടുക്കാം. അത് 4 ഭാഗത്തേക്ക് നീട്ടി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ അതേ ഏരിയ പരപ്പളവ് തന്നെയായിരിക്കും ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ക്വയർ.